BJP നേതാവ് PC ജോർജ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ PC ജോർജ്, കേരള കോൺഗ്രസുകൾ ഒന്നിക്കണമെന്ന പരസ്യ നിർദ്ദേശവുമായി രംഗത്തൊന്നും മറ്റാരുമല്ല, ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിലാണ്. കേരള കോൺഗ്രസുകളെ യോജിപ്പിക്കാനായി സഭ നേരിട്ട് ഇടപെടുന്നു എന്നതിന്റെ സൂചനയാണോ ഇത്? താങ്കളുടെ പ്രതികരണം എന്താണ്? ഞാൻ പിതാവിനോട് എനിക്ക് വളരെയേറെ ബഹുമാനമുണ്ട്. ഏറ്റവും മാന്യ പിതാവാണ്, നല്ലൊരു ബിഷപ്പാണ്. പക്ഷെ അദ്ദേഹം ഒരു അബദ്ധം പറഞ്ഞു എന്ന കാഴ്ചപ്പാടിലാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ BJP-കാരനാണ്. ഇപ്പം കേരള കോൺഗ്രസിൽ പറയാറുണ്ട്, ഈ കഴിഞ്ഞ മനസ്സിലായില്ല 65 മുതൽ കേരള കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. എന്തിനായി പാർട്ടി അത് പറയണം? കർഷകന്റെ കാര്യം ഇപ്പം മോൻസ്, സ്നേഹമുള്ള മോൻസ് ഒരു നല്ല ചെറുപ്പക്കാരനാണ്. മോൻസ് പറഞ്ഞ എന്താ, കർഷകനും ക്രിസ്ത്യാനിക്കും ഈ 60 കൊല്ലമായിട്ട് എന്ത് നേട്ടം കേരള കോൺഗ്രസ് ഉണ്ടായി കൊടുത്തു പറ. ബഹുമാനെ KM മാണി ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം കർഷകന്റെ ഒരു വക്താവായിട്ട് നിന്നു എന്ന ആ മാന്യത ഞാൻ കൽപ്പിക്കുന്നു. ജോസഫ് എന്താ ചെയ്തത്? ജോസഫ് +2 വിറ്റ് കുറെ കാശുണ്ടാക്കി എന്നുള്ളതല്ലാതെ എന്ത് നടത്തി? അങ്ങനെ കർഷകന് വേണ്ടി ഒന്ന് ഇടുക്കിയിലെ പാവപ്പെട്ട കൃഷിക്കാരന് പാട്ടം കടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അപ്പൊ ജോസഫ് എന്ന് കേരള കോൺഗ്രസ്സുകാരന്, അതായത് സ്വന്തം കാര്യത്തിന് വേണ്ടി കച്ചവടത്തിന് കുടുംബത്തിന് വേണ്ടിയുള്ള പാർട്ടിയാണ് ഈ കേരള കോൺഗ്രസ്. അത് ക്രിസ്ത്യാനിയുടെ പാർട്ടിയാണെന്ന് പറയുന്നത് മര്യാദകേടാണ്. ക്രിസ്ത്യാനിക്ക് അതിനകത്ത് ഒരു കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, 65 കേരള കോൺഗ്രസ് ഉണ്ടാകുമ്പോൾ അത് 15 MLA-മാരുണ്ടായിരുന്നത്. എന്തിനീ 15 പേര് വന്നു? മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഏറ്റവും വലിയ അപകടം അവിടെ. അതായത് ആർ ശങ്കർ മന്ത്രിസഭയിൽ PT ചാക്കോ പോയി കഴിഞ്ഞു. റോമൻ കത്തോലിക്കനായി TS തോമനെ മന്ത്രിയാക്കി എന്ന് പ്രതിഷേധിച്ചാണ് KM ജോർജും കൂട്ടും കൂടെ പിടുങ്ങിയത്. എന്തിനാണ്? TS തോമൻ കത്തോലിക്കനല്ലേ? റോമൻ കത്തോലിക്കനല്ലേ? ചാക്കോടെ കത്തോലിക്കനല്ലേ? കോട്ടയം ജില്ലക്കാരനല്ലേ TS തോമൻ? തോമൻ മന്ത്രിയായി പ്രതിഷേധിച്ച് KM ജോർജ് കേരള ഉണ്ടാക്കുക. എന്നെ പോലെ കുറെ പൊട്ടന്മാർ അതിന്റെ പുറകെ നടന്നു. മനസ്സിലായില്ലേ? പക്ഷേ ഇനി അത് നടക്കുകയില്ല. ജനം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് കച്ചവടമാണ്. ഇത് ഒരു കച്ചവടക്കാർക്ക് ഇപ്പറയ്ക്ക് വേണ്ടിയുള്ളതാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. ഇതൊക്കെ പിരിച്ചു പണി നോക്കണം. യോജിക്കണമെന്ന് പിതാവ് പറഞ്ഞാൽ ക്രിസ്ത്യാനിയല്ല, ക്രിസ്ത്യാനിയാണ് ഇതിനകത്തുള്ളത്. ക്രിസ്ത്യാനിക്ക് എന്ത് പ്രാതിനിധ്യം ഇതിനകത്ത്? ക്രിസ്ത്യാനിക്ക് എന്ത് നേട്ടമുണ്ട്? അപ്പൊ ഒറ്റ ചോദ്യമുള്ളൂ, ഈ 60 കൊല്ലമായല്ലോ ഇപ്പൊ കഴിഞ്ഞല്ലോ, എന്താണ് കേരള കോൺഗ്രസ് എന്നുകൊണ്ട് ക്രിസ്ത്യാനിക്ക് ലാഭം എന്നൊന്ന് പറയണം. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ എന്റെ വാദഗതി മുഴുവൻ പിൻവലിക്കാം. ഞാൻ 1 കൊല്ലം മുമ്പ് വരെ കേരള കോൺഗ്രസിന് പുറകെ നടന്ന ആളാണ്. കേരള കോൺഗ്രസിന്റെ ജോസഫിന്റെ ജോസഫും കൂടെ ഒന്നിച്ചപ്പോ കേരള കോൺഗ്രസിന്റെ കൂടെ സെക്കുലർ എന്തെങ്കിലും ഞാനും കൂടി യോജിച്ച് ഒരു പാർട്ടിയായിട്ട് പോയതാണ്. എന്നിട്ടാ പിന്നെ പിരിഞ്ഞത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. ഈ പിരിവിന് ഏറ്റവും വലിയ ആളാരെ? ജോസഫാ. ജോസഫിന്റെ വേണ്ടി ജീവിതത്തെ പറയുന്ന പിതാക്കന്മാരൊക്കെ കടുപ്പിച്ച് വെച്ചിരിക്കല്ലേ അങ്ങനെ വളരെ മാന്യനാണെന്ന്. അങ്ങനെ ചരിത്രം മുഴുവൻ ജനങ്ങൾ മര്യാദ കൊണ്ട് പുറത്തുവിടാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും ക്രിസ്ത്യാനിക്ക് വാരയായിട്ടിരുന്ന ജോസഫാ. ജോസഫ് ഇപ്പോ സ്വന്തം മകനെ പോലും തള്ളി പറഞ്ഞിരിക്കുക സ്വന്തം കാര്യത്തിന് വേണ്ടി. ഒന്ന് ആലോചിച്ച് എന്തൊരു കഷ്ടകാലമാണ്. ജോസഫ് ആരാന്നറിയാൻ വേണ്ടി ഇത് പറഞ്ഞു. ജോസഫിന്റെ കുടുംബത്തിന് മുമ്പിൽ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് പിതാക്കന്മാരെയും അവഞ്ഞ വൈദികരൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുനടക്കുക. ഒറ്റയെണ്ണം പറഞ്ഞു. ജോസഫ് എത്ര കൊല്ലം മന്ത്രിയായിരുന്നു? KM മാണി 23 കൊല്ലം മന്ത്രിയായിരുന്നു. കേരളത്തിലെ കർഷകന് ജോസഫിന്റെ ജില്ലയായ ഇടുക്കി ജില്ലയിലെ എത്ര കർഷകന് പട്ടയം കൊടുത്തു പറയട്ടെ? ജോസഫ് എന്തിനാ മന്ത്രിയായത്? റവന്യൂ മന്ത്രിയായിരുന്നു ഓർക്കണം. പട്ടയം കൊടുക്കേണ്ട മന്ത്രിയാണ്. പണത്തിനെ കൂട്ടിയാൽ മതിയല്ലോ, പട്ടയം കൊടുക്കാറുണ്ടല്ലോ. ഒരു പട്ടയം കൊടുത്തു ജോസഫ്? 100 ഉദാഹരണം എനിക്ക് പറയാൻ കഴിയും. വേറും കളിപ്പീരുകാരും കച്ചവടക്കാരുമായിട്ടുള്ള കുറെ വർഗീയവാദികൾ. ഇപ്പൊ ഒരു വർഗീയതയില്ല, ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞ് വർഗീയതയും പറഞ്ഞ് ഒരു പാർട്ടിയായിട്ട് നടക്കുകയാണ്. പാവിയെന്ന് പിതാക്കന്മാര് പിതാവൊക്കെ നല്ല മനുഷ്യനാണ്. പാവളൊന്നും ചുറ്റിക്കുന്നത്. മോൻസിനോടുള്ള എന്റെ അഭ്യർത്ഥന, മാണിയുടെ മകൻ, മാണിയെ തല്ലിയവൻ മാണിയുടെ മകനാ. ആ മകനെ ഓർത്ത് എങ്ങനെ കേരള കോൺഗ്രസ് ഉണ്ടാവും, മാണി ഗ്രൂപ്പ് ഉണ്ടാവും പറ? പ്രാക്കില ദൈവത്തിന്റെ പ്രാക്കുണ്ട്. KM മാണി എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചിട്ടുള്ളവൻ. പക്ഷെ അവസാന കാലം അദ്ദേഹം മരിക്കുന്നത് എന്നോടൊപ്പം നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാ പറയുന്നത്. അങ്ങനെ വീട്ടിൽ അങ്ങനെ ഇന്ന് രാവിലെ ഓടി വിളിച്ച് ജോറയെ ഇവിടെ വരണമെന്നപ്പോ ഞാൻ ഓടിച്ചെന്നു. പെരുവായിനെ കരഞ്ഞു. ഞാൻ ചീത്ത വിളിച്ചപ്പോൾ കട്ടൻ കാപ്പിനോട് കൊടുത്തറിയാവോ? അന്ന് അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ പറഞ്ഞു. വ്യത്യാസം അവിടുത്തെ മാറ്റുക. പിന്നെ ഡെഡ് ബോഡിയാ പാല വീട്ടിൽ വന്നു. 23 മന്ത്രി 52 MLA ആയ ഒരു മനുഷ്യന്റെ അനുഭവമാണ്. സ്വന്തം മകനും മകന്റെ ഭാര്യയും കൂടെ ചെയ്തതാ. എന്നിട്ടാണ് വർത്തമാനം പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന്. നാണമില്ല ഇയാൾക്ക് മാണി ഗ്രൂപ്പിന് പേര് പറയാൻ? തന്റെ തല്ലിയ മനുഷ്യന്, അങ്ങനെ വേദനിപ്പിച്ച് കൊന്നവന് മാണി ഗ്രൂപ്പിന്റെ പേര് വിട്ടോണ്ട് നടക്കുക.
എന്തൊരു കഷ്ടകരം. പിണറായി വിജയന്റെ ഔദാര്യം ഉള്ളതുകൊണ്ട് ജീവിച്ചോട്ടെ, എനിക്ക് വിരോധമില്ല. ഏതായാലും കേരള കോൺഗ്രസ് പാർട്ടിയെ തിരിച്ചു വിടണം, ചോദിക്കുകയല്ല ഇത്, തിരിച്ചു വിടണം. ഇത് ജനങ്ങളെ കളിപ്പിക്കാൻ, ക്രിസ്ത്യാനിയെ കളിപ്പിക്കാൻ, കർഷകരെ കളിപ്പിക്കാനുള്ള പാർട്ടിയാണ്. CPM ചെയ്തിട്ടുള്ള ഉപകാരം കർഷകന് വേണ്ടി ചെയ്തിട്ടുണ്ടോ മാണി ജോസഫ് ഉൾപ്പെടെ കേരള കോൺഗ്രസ്? പറയട്ടെ. CPM വേണ്ട, CPIയുടെ അറിഞ്ഞു. ആ CPIയുടെ കാഴ്ചപ്പാടെങ്കിലും കർഷകരോട് കണ്ടായിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് എന്തെല്ലാം കാര്യം ചെയ്യാമായിരുന്നു. ജോസഫ് റവന്യൂ മന്ത്രിയും AM മാണി ധനകാര്യമന്ത്രിയായിട്ടിരുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് കൃഷിക്ക് കഴിഞ്ഞില്ല? ഞാൻ അതിനെപ്പറ്റി പാർട്ടി കമ്മിറ്റി അതുകൊണ്ട് കേൾക്കാം. ഞാൻ മസ്കറ്റ് കമ്മിറ്റി കൂടെ ഞാൻ ചോദിച്ചു, നിങ്ങൾ 2 മന്ത്രിമാർ, അന്ന് 3 മന്ത്രിമാരെ, നിങ്ങൾ രണ്ടുപേരും കുത്തിയിരുന്നിട്ട് എന്തുകൊണ്ട് കർഷകന് പട്ടയം കൊടുക്കുന്നില്ല? അപ്പൊ ഈ രണ്ടിലൊരു നേതാവ്, പേര് പറയുന്ന നേതാവ് എന്ന് പറഞ്ഞത്, പശുവിനെ കൊണ്ടുനടക്കുന്നത് അറിയാൻ പറ്റില്ല പറയും. പശുവിന് ചക്കമടന് കാണിച്ച് പശു ഓടി വരും. അത് കൊടുത്താൽ പശുവിന് വഴിക്ക് പോകും. പക്ഷെ കൊടുക്കാൻ മാറി പോയാൽ പശു പുറകെ വരും. അതുപോലെ കൃഷിക്കാരന് പട്ടയം കൊടുക്കാന്ന് പറയണം, അവൻ നമ്മളെ മാറാൻ നിന്നോളും. ഇത് കൊടുത്താൽ അവൻ നമ്മളെ ഇട്ടേച്ചു പോകും. ഇത് പറഞ്ഞ നേതാക്കന്മാരായ ജോസഫിനും മാണിയിലും ഉള്ളത്. ശരി, വളരെ നന്ദി. PC ജോർജ് ഞങ്ങളോട് പ്രതികരിച്ചു.